ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ പ്രകൃതിയും മനുഷ്യനും ദൈവവും ഒന്നാകുന്നൊരിടം. ഇന്നത്തെ എൻ്റെ വീഡിയോ കൊട്ടിയൂരിൻ്റെ ഐതിഹ്യം, വൈശാഖ മഹോത്സവത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ, എങ്ങനെ കൊട്ടിയൂരിലേക്ക് എത്തിച്ചേരാം, അവിടുത്തെ പ്രധാന വഴിപാടുകൾ, പോകാൻ ആഗ്രഹിക്കുന്ന ഭക്തർ വ്രതമനുഷ്ഠിക്കുന്ന രീതി എന്നിവയെല്ലാം കുറിച്ചാണ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ ശിവക്ഷേത്രം വടക്കേ മലബാറിലെ പ്രസിദ്ധമായ 2 മഹാദേവ ക്ഷേത്രങ്ങളാണ് കൊട്ടിയൂർ ശിവക്ഷേത്രം. കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പ്രകൃതി സൗന്ദര്യം വിരിഞ്ഞൊഴുകുന്ന വയനാടൻ മലനിരയുടെ പടിഞ്ഞാറൻ താഴ്വരകളിലാണ് കൊട്ടിയൂർ മഹാശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ബാവലിപ്പുഴയുടെ തീരത്തായി അക്കരെ കൊട്ടിയൂർ ഇക്കരെ കൊട്ടിയൂർ എന്ന പേരിൽ 2 ക്ഷേത്ര സങ്കേതങ്ങൾ. ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി ഒരുപാട് ഐതിഹ്യങ്ങൾ. ആദിപരാശക്തി ദുർഗാദേവി തൻ്റെ മകളായി പിറക്കണമെന്ന ദക്ഷൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുത്ത് ദുർഗാദേവി ഒന്ന് മാത്രം ആവശ്യപ്പെട്ടു: ഭൂതലത്തിൽ വെച്ച് തനിക്ക് യാതൊരുവിധ അപമാനവും ഒരിക്കലും ഏൽക്കരുതെന്ന് മാത്രം. ദക്ഷ പ്രജാപതിയായ തൻ്റെ മകളായി പിറക്കുന്ന ഭവതിക്ക് ഈ ഭൂതലത്തിൽ വെച്ച് എന്ത് അപമാനം ഏൽക്കാൻ? ദക്ഷൻ്റെ ഉറപ്പിന്മേൽ ദുർഗാദേവി ദക്ഷൻ്റെ മകളായി പിറന്നു. മകൾ വളരും തോറും പരമശിവനോടുള്ള പ്രണയവും വളർന്നു. അങ്ങനെ അവൾ സാക്ഷാൽ പരമശിവൻ്റെ പത്നിയായി, സതീദേവിയായി. അതിൽ താല്പര്യമില്ലാഞ്ഞ ദക്ഷൻ ഒരു ദക്ഷയാഗം നടത്തി. ലോകമാകമാനം ക്ഷണിച്ചു. സാക്ഷാൽ പരമശിവനെയും സതീദേവിയെയും യാഗത്തിൽ ക്ഷണിച്ചില്ല. വൃത്തിയിൽ അപമാനിതയായ ദേവി ദക്ഷയാഗം നടക്കുന്ന യാഗകുണ്ഡത്തിന് അഗ്നിക്കിരയായി തീർന്നു. കോപാകുലനായ ശിവൻ ജടപറിച്ച് നിലത്തടിക്കുകയും വീരഭദ്രനും ഭദ്രകാളിയായി അവതരിക്കുകയും ചെയ്തു. വീരഭദ്രൻ യാഗശാലയിൽ ചെന്ന് ദക്ഷൻ്റെ തലയറുത്തു. ഭദ്രകാളി ദക്ഷൻ്റെ യാഗശാല തകർത്തു. മൂലോകരുടെയും അഭ്യർത്ഥന പ്രകാരം ദക്ഷനെ പുനർജനിപ്പിച്ചു. യാഗം പൂർത്തിയാക്കി ദുഃഖിതനായ ശിവൻ സതീദേവിയുടെ ശരീരവുമായി അലയാൻ തുടങ്ങി. മഹാവിഷ്ണു തൻ്റെ സുദർശന ചക്രത്താൽ സതിയുടെ ശരീരം 51 കഷ്ണങ്ങളായി ചിതറിച്ചു. അവ ചെന്ന് പതിച്ച സ്ഥലങ്ങൾ ഭഗവതിയുടെ 51 ശക്തിപീഠ ക്ഷേത്രങ്ങളായി മാറി. വൈരാഗിയായ ശിവൻ തപസ്സനുഷ്ഠിക്കാൻ കൈലാസത്തിലേക്ക് പോയി. പിന്നീട് കൊടുംവനമായി തീർന്ന യാഗസ്ഥലം കുറിച്യരുടെ വാസസ്ഥലമായി. ഒരു കുറിച്യ യുവാവ് അമ്പിനെ മൂർച്ച കൂട്ടാൻ നേരം കല്ലിൽ നിന്ന് രക്തം വരികയും ചെയ്തു. ഇതറിഞ്ഞ പടിഞ്ഞാറ്റി നമ്പൂതിരി കൂവയിലയാൽ കലശമാടിയത്രേ. വൈശാഖ ഉത്സവം ആരംഭിച്ചു. ക്ഷേത്രത്തിൽ നിന്നും നടന്നുവരുന്ന ചിട്ടകൾ ഉണ്ടാക്കിയത് ശങ്കരാചാര്യരാണെന്ന് കരുതുന്നു. കൊട്ടിയൂർ ക്ഷേത്രത്തിലെ ഇടവത്തിലെ ചോതി നക്ഷത്രം തൊട്ട് മിഥുനത്തിലെ ചിത്തിര നക്ഷത്രം വരെയുള്ള 27 നാളുകളിലാണ് പ്രസിദ്ധമായ വൈശാഖ മഹോത്സവം നടക്കുന്നത്. മലബാറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും, തമിഴ്നാട്, കർണാടക, ആന്ധ്ര സംസ്ഥാനങ്ങളിൽ നിന്നും ധാരാളം തീർത്ഥാടകർ ഈ ദിവസങ്ങളിൽ ക്ഷേത്രത്തിലെത്തുന്നു. വയനാടൻ ചുരങ്ങളിൽ നിന്ന് ഒഴുകി വരുന്ന ബാവലിപ്പുഴയുടെ വടക്കേ തീരത്ത് തിരുവഞ്ചിയാർ എന്നറിയപ്പെടുന്ന ഒരു ചെറിയ പുഴയുടെ നടുവിൽ കൊട്ടിയൂരിലെ പ്രധാന ആരാധന കേന്ദ്രമായ ശിവലിംഗവും പരശക്തിയുടെ സ്ഥാനമായ അമ്മയാർക്കല്ലും സ്ഥിതി ചെയ്യുന്നു. അക്കരെ കൊട്ടിയൂരിലെ ശിവലിംഗം സ്വയംഭൂവാണെന്ന് വിശ്വസിക്കുന്നു. ഇളനീർ എന്നിവ കൊണ്ടാണ് അഭിഷേകം. തിരുവഞ്ചാർ എന്ന പേരുള്ള വലിയൊരു തടാകത്തിൻ്റെ മധ്യത്തിലെ മണിത്തറയിലാണ് ശിവലിംഗമുള്ളത്. ഈ തടാകത്തിൽ തന്നെ മറ്റൊരു തറയായ അമ്മയാർക്കല്ലിലാണ് ആദിപരാശക്തിയായ ശ്രീ പാർവതിയെ ആരാധിക്കുന്നത്. തുമ്പയും തുളസിയും കൂവളത്തിൻ്റെ ഇലയുമാണ് മണിത്തറയിൽ ഉപയോഗിക്കുന്നത്. ഭക്തർക്ക് പ്രസാദമായി ഭക്ഷണവും നൽകുന്നത് മലവാഴയുടെ ഇലയിലാണ്. ഈ ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങായ നീരെഴുത്തുള്ളിനുള്ള ജലം കൊണ്ടുപോകുന്നത് കാട്ടുകൂവയുടെ ഇലയിലാണ്. പുരാണത്തിലെ ദശയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ എന്ന വിശ്വാസം. വടക്ക് കാവ്, വടക്കീശ്വരം എന്നീ ഒട്ടനവധി പേരുകളിലും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു. വൈശാഖ മഹോത്സവം ഇളനീരാട്ടത്തോടുകൂടെയാണ് തുടരുക. ആദ്യം കണ്ടെത്തിയ ശിവലിംഗം അടങ്ങിയത് ആദ്യത്തെ ഇളനീർ അഭിഷേകം നടത്തിയതിന് ശേഷമാണ്. അതുകൊണ്ടാണ് കൊട്ടിയൂരിലെ പ്രധാന അഭിഷേക ചടങ്ങ് ഇളനീരാട്ട ആയി മാറിയത്. 28 ദിവസത്തിന് ശേഷം തിരുകലശത്തോടുകൂടി ഉത്സവത്തിൻ്റെ സമാപനം. മുഴുവൻ ജനവിഭാഗങ്ങൾക്കും പ്രത്യേകം അധികാരങ്ങളും അവകാശങ്ങളും ഉത്സവത്തിൻ്റെ ഭാഗമായി മാറ്റിവെച്ചിട്ടുണ്ട്. കുറച്ച് വിഭാഗത്തിൽപ്പെട്ട സ്ഥാനികനായ ഒറ്റപ്പിലാണ് ആദ്യത്തെ അഭിഷേകം നടത്തേണ്ടത്. താൽക്കാലിക നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അളവ് തിരിച്ചു നൽകാനുള്ള അവകാശം ആശാരിക്കാണ്. വൈവിധ്യ ദേവസ്ഥാനത്തിൽ സ്ഥാപിക്കുന്ന ഓലക്കുടകൾ നിർമ്മിച്ചു നൽകേണ്ടത് കണിയന്മാരാണ്. അഭിഷേകത്തിനായുള്ള നെയ്യ് കൊണ്ടുവരുന്നത് നായർ വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഇളനീരാട്ടത്തിനുള്ള ഇളനീർ എഴുന്നള്ളിപ്പ് തീയർ വിഭാഗത്തിൽപ്പെട്ടവരും കത്തിക്കാനുള്ള വിളക്കുതിരി കൊണ്ടുവരുന്നതിനുള്ള അധികാരം ചാലിയ സമുദായക്കാർക്കുമാണ്. ഉത്സവത്തിന് മുന്നോടിയായി നീരെഴുത്തുണ്ട്.
ബാവലിക്കരയിൽ വിഗ്രഹം കണ്ടെത്തിയതിൻ്റെ അനുസ്മരണ ചടങ്ങാണിത്. സ്ഥാനികരും അവകാശികളും അടങ്ങുന്ന സംഘം കൂവയിലയാൽ ബാവലി തീർത്ഥം സ്വീകരിച്ച് മണിത്തറയിൽ ഉള്ള ദേവസ്ഥാനത്ത് അർപ്പിക്കുന്നു. മണിത്തറയിലെ ഒരു ക്ഷേത്രത്തിൽ സൂക്ഷിക്കുന്ന ഭണ്ഡാരം എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്ന ചടങ്ങാണ് ഭണ്ഡാരം എഴുന്നള്ളിത്ത്. ഭണ്ഡാരം എഴുന്നള്ളിത്ത് അക്കരെ സ്ഥാനത്ത് എത്തിയ ശേഷം മാത്രമേ സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിലേക്ക് പ്രവേശനമുള്ളൂ. ഇടവത്തിലെ ചോദ്യനാളിൽ വയനാട് ജില്ലയിലെ തവഞ്ഞാൽ ഗ്രാമത്തിൽ മുത്തരിക്കാവിൽ ക്ഷേത്രത്തിൽ നിന്ന് ഒരു വാള് ഇക്കരെ കൊട്ടിയൂരിലെ ഉത്സവ സ്ഥലത്തേക്ക് എത്തിക്കുന്നു. ഈ വാള് കൊണ്ടാണ് വീരഭദ്രനെ ദക്ഷൻ കൊന്നതെന്നാണ് വിശ്വാസം. മുതിരക്കാവിൽ ഈ വാൾ ദിവസവും പൂജിക്കപ്പെടുന്നു. ഈ ഉത്സവം ദശയാഗത്തിൻ്റെ സമാപനമാണെന്നും കരുതപ്പെടുന്നു. മുഴുക്കുന്ന് ഗ്രാമപഞ്ചായത്തിലെ നെല്ലൂരിലുള്ള ബലങ്കര എന്ന സ്ഥാനത്ത് നിന്ന് വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി നല്ലൂരാന്മാർ കൊട്ടിയൂരിലേക്ക് കലങ്ങൾ തലച്ചുമടായി എഴുന്നള്ളിക്കുന്നു. ഒരു ചടങ്ങുണ്ട്. കലശനാട്ട്. കലശം നിറയ്ക്കുന്നത് ഈ കലങ്ങളിലാണ്. ഈ ഉത്സവത്തോടനുബന്ധിച്ചുള്ള പ്രധാന ചടങ്ങാണ് നെയ്യാട്ടം, ഇളനീരാട്ടം എന്നിവ. വിഗ്രഹത്തിൽ നെയ്യഭിഷേകം, ഇളനീരഭിഷേകം എന്നിവയാണ് ഈ ചടങ്ങുകളിൽ നടക്കുക. കൊട്ടിയൂരിലെ അക്കരെ കൊട്ടിയൂർ ശിവക്ഷേത്രവും ഇക്കരെ കൊട്ടിയൂർ ശിവക്ഷേത്രം എന്ന പോലെ തന്നെ അതിൻ്റെ മധ്യത്തിലൊഴുകുന്ന ബാവലി പുഴയ്ക്കും ഒത്തിരി പ്രത്യേകതകളുണ്ട്. അവിടുത്തെ കല്ലുകൾ തമ്മിൽ ഉരസിയാൽ ചന്ദനമോ ഭസ്മമോ കിട്ടും. ചന്ദനമാണെങ്കിൽ പാർവതി ദേവിയുടെ ബത്തരും, ഭസ്മമാണെങ്കിൽ ശിവൻ്റെ ബത്തനുമാണെന്നാണ് അറിയപ്പെടുന്നത്. കൊട്ടിയൂർ ക്ഷേത്രം 80 ഏക്കറുള്ള ഒരു കാവിൻ്റെ നടുവിലാണ് സ്ഥിതി ചെയ്യുന്നത്. വൈശാഖ മഹോത്സവം ജൂൺ 8 തുടങ്ങി ജൂലൈ 4 അവസാനിക്കുന്നു. ജൂൺ 10 മുതൽ ജൂൺ 30 വരെ സ്ത്രീകൾക്ക് പ്രവേശനമുണ്ട്. ഇനി ഇവിടേക്ക് എങ്ങനെ എത്തിച്ചേരാമെന്ന് വിചാരിച്ച് ട്രെയിൻ മാർഗത്തിൽ വരികയാണെങ്കിൽ തലശ്ശേരി സ്റ്റേഷനിൽ ഇറങ്ങാം. അവിടെ നിന്ന് 5 മിനിറ്റ് ഇടവിട്ട് KSRTC ബസ് സർവീസ് നടത്തുന്നുണ്ട്. കണ്ണൂരിൽ നിന്നാണ് വരുന്നതെങ്കിൽ KSRTC എക്സ്ട്രാ 100 ട്രിപ്പുകൾ നടത്തുന്നുണ്ട്. അതിലൊരു സ്പെഷ്യൽ പാക്കേജ് 6:30 സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇത് മാമാനിക്കുന്ന് ക്ഷേത്രം, മൃദംഗശൈലി ക്ഷേത്രം, പുരളിമന, മുത്തപ്പൻകുന്ന് എന്നീ ക്ഷേത്രങ്ങളിൽ കഴിഞ്ഞ് ദർശനം നടത്തിയ ശേഷം കൊട്ടിയൂർ എത്തിക്കുന്നു. അതിനുശേഷം കൊട്ടിയൂർ ദർശനത്തിന് ശേഷം 8 മണിയോടെ കണ്ണൂർ തിരിച്ചെത്തിക്കുന്നു. അതുകൂടാതെ തന്നെ കുറേ ധാരാളം പ്രൈവറ്റ് ടാക്സി പാക്കേജുകളുണ്ട്. അത് ഏകദേശം ഒരു 3000 ആ റേഞ്ചൊക്കെ വരും. അപ്പോൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നവരെല്ലാവരും വ്രതം അനുഷ്ഠാനങ്ങൾ പാലിക്കാനും മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കാനും എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കയ്യിലെ കുടയും മുണ്ട്, തോർത്ത് എന്നിവ എടുക്കാനും മറക്കരുത്. നല്ല മഴയുണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ ലിക്വിഡായിട്ടുള്ള ക്യാഷ് തന്നെ കയ്യിൽ സൂക്ഷിക്കണം. കാരണം അങ്ങോട്ടേക്ക് റേഞ്ചൊക്കെ കുറവായിരിക്കും. GPay ഒന്നും പോസിബിൾ അല്ലാത്ത കാര്യമാണ്. കൊട്ടിയൂരപ്പനെ ദർശനം നടത്തി മടങ്ങുന്ന ഓരോ ഭക്തൻ്റെ കയ്യിലുമുണ്ടാവും രുദ്രപ്രസാദമായ ഓടപ്പൂവ്. ദക്ഷന് ദുരുപദേശം നൽകിയ പ്രഭുവിൻ്റെ താടിയാണെന്നും അതല്ല ദക്ഷൻ്റെ താടിയാണെന്നും അറിയപ്പെടുന്നു. എന്തായാലും കൊട്ടിയൂരപ്പൻ്റെ ദീപ്തമായ സ്മരണയ്ക്കായി ഓരോ ഭക്തൻ്റെയും കയ്യിലൊരു ഓടപ്പൂവ്. കൊട്ടിയൂരപ്പൻ്റെ ദർശനത്തിൻ്റെ, ഓർമ്മയുടെ, അനുഷ്ഠാനത്തിൻ്റെ എല്ലാം പ്രതീകമായി ഓടപ്പൂവ്. ഓടപ്പൂവ് ഭവനങ്ങളിൽ ഐശ്വര്യം കൊണ്ടുവരുമെന്നും വാസ്തുദോഷം, ദൃഷ്ടിദോഷം, ശനിദോഷം എല്ലാം അകറ്റുമെന്ന് ഐതിഹ്യങ്ങളിൽ പറയുന്നു. വീട്ടിൽ സൂക്ഷിക്കുന്നത് വളരെ ഉത്തമം. അതുപോലെ തന്നെ ഈ കല്ലുകൾ ഇങ്ങനെ കൂട്ടി വെച്ച് ആഗ്രഹം പറഞ്ഞാൽ നടക്കുമെന്നും പറയുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.